ഹായ് ഫ്രണ്ട്സ്, ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് മഷ്റൂം സ്റ്റൂ ആണ്. 100 ഗ്രാം ചെറിയ ഉള്ളി 4ആയിട്ട് കഷ്ണിച്ചത്, എരിവുള്ള പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, അത് കനം കുറഞ്ഞ് അരിഞ്ഞത്. ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. പരുവത്തിന് വെള്ളം, അത് വേവാനുള്ള പരുവത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി അല്പം, കാരണം സ്റ്റൂ ആയതുകൊണ്ട് അധികം മഞ്ഞൾപ്പൊടി വേണ്ട. അല്പം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കാം. നമുക്കിതൊന്ന് വേവാനായിട്ട് മൂടി അടച്ച് വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചെറിയ ഉള്ളി കഷ്ണമാക്കിയത് ഇടാം. പച്ചമുളകും അതിലേക്കിടാം. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനാണ്. ഇത് ഫ്രിഡ്ജ് ചെയ്ത തേങ്ങ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർത്ത് വേണം തേങ്ങാപ്പാൽ എടുക്കാം. അന്നേരം നല്ലപോലെ പാൽ വരും. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. നമുക്കിതിൻ്റെ 1/4 പാൽ മാത്രം മതി. നമ്മുടെ മഷ്റൂം പകുതി വേവായിട്ടുണ്ട്. നമുക്കതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി വയ്ക്കാം. ഉള്ളിയും മഷ്റൂമും കൂടെ ഒന്ന് വേവട്ടെ. നമുക്ക് വെള്ളം ഇത്രയും വേണം. ഉണ്ടല്ലേ, നമ്മുടെ കൂണ് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കൂണിൻ്റെ കൂടെ കിടന്നൊന്ന് വേവട്ടെ. അടച്ചു. നമ്മുടെ കൂണ് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഫ്ലെയിം അല്പം കുറച്ച് വയ്ക്കാം. തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് ഗരം മസാല ചേർക്കാം. അതിൻ്റെ കൂടെ അല്പം കുരുമുളക് പൊടിയൂടെ നമുക്ക് ചേർക്കാം. കൂട്ടി ചേർക്കാം. നമുക്കതൊന്ന് നമുക്ക് അതിലേക്ക് അല്പം മല്ലിയില ഇടാം. കറിവേപ്പില ഇടാം. നമ്മളിതിന് കടുവൊന്നും മറക്കത്തില്ല. അല്പം വെളിച്ചെണ്ണയോടെ ചേർത്ത് നമുക്കിതിനെ വാങ്ങിയെടുക്കാം. വെളിച്ചെണ്ണയോടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മഷ്റൂം സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.